ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലത്തെ പഴഞ്ചോറും ഇച്ചിരി ചക്ക കൂട്ടാൻ വെച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിൽ കുടിക്കുന്നതല്ല എൻ്റെ ഒരു പ്രത്യേക രുചി. അപ്പോൾ ഞാനിതാ കുറച്ച് പഴഞ്ചോറെടുത്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചക്ക വേവിച്ചത് വെച്ച് കൊടുത്തു. മാങ്ങയും ചക്കക്കുരുവും പരിപ്പും ഒക്കെ ഇട്ട് വെച്ച ഒരു ഒഴിച്ചുകറിയുണ്ട്, അത് കുറേ ഒഴിച്ചു. കുറച്ച് അവിയലുണ്ടായിരുന്നു, അത് അവിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വയലറ്റ് ക്യാബേജ് ഇല്ലയോ, അതിൻ്റെ മെഴുക്കുവരട്ടി കുറച്ചുണ്ട്, അപ്പോൾ അതും വെച്ച് കൊടുത്ത്. മീൻകറി ആവശ്യത്തിനുള്ള മീൻചാറ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി പുളിയും എരിയുമുള്ള നല്ല നാരങ്ങ അച്ചാറ് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ തൈരും കൂടെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് 2 കാന്താരി മുളക്, നല്ല എരിയുള്ള കാന്താരിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എരി കാണത്തില്ല, നല്ല സൂപ്പർ എരിയാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂട്ടിയുള്ളതാണ് നമ്മുടെ പഴങ്കഞ്ഞി. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു കാലത്ത് ഞാൻ ഈ പഴഞ്ഞ് മാത്രമേ കുടിക്കത്തുള്ളായിരുന്നു, ഓണമായാലും ക്രിസ്മസ് ആയാലും ഒക്കെ. ഇപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ ദോശയും ഇഡ്ഡലിയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ കഴിപ്പിച്ച് ഞാനങ്ങ് കഴിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാനങ്ങനെ പഴഞ്ഞ് കുടിക്കാറില്ല. അപ്പോൾ ഇന്നലെ ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് നീര് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നാ, പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒന്നും ടേസ്റ്റ് മറ്റൊരു ഫുഡിലും കിട്ടത്തില്ല. ഈ നാടൻ ഫുഡ് നല്ല എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അതുപോലെ നമ്മുടെ ശരീരം വയറൊക്കെ നല്ലപോലെ അങ്ങ് തണുക്കും ഈ പഴങ്കഞ്ഞിയൊക്കെ അങ്ങ് കലക്കി കുടിച്ചു കഴിയുമ്പോൾ. എന്താ ഇതിൻ്റെ രുചി, എൻ്റെ പൊന്ന് തമ്പുരാനെ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ കാന്താരി എല്ലാം കൈ കൊണ്ട് നല്ലപോലെ, ഇത് എനിക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ കലക്കി ഇളക്കി കാണിക്കാമായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെ ഇതിനാ ഒരു അഭിനയം. അപ്പോൾ യഥാർത്ഥമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെയൊക്കെ കലക്കി ഉടച്ചൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 കാന്താരിയും കൂടെ അതുപോലെ കൈകൊണ്ട് നല്ലപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിയും ഉപ്പും എല്ലാം പാകമായിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ എന്താ പറയാൻ, അടിപൊളി രുചിയായി. എന്തോ പറയണ്ട, വേറെ എന്തോ കഴിച്ചാലും ഈ ഒരു തൃപ്തി വേറെ ഒന്നിലും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴങ്കഞ്ഞി അങ്ങനെ അടിപൊളിയായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുടിക്കാൻ പോവാണേ. ആഹാ, എന്തുവാ ടേസ്റ്റ്, എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനേ നല്ല ചൂരമീൻ കറി വെച്ചിരിപ്പുണ്ട്, അതിൻ്റെ ഒരു തലയും കൂടെ കൂട്ടിയായിരുന്നു പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഇത് കഞ്ഞിക്കകത്ത് തന്നെ തലയോ മീനോ ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇടാഞ്ഞേ. അപ്പോൾ അതാ കണ്ടോ, നല്ല ചെറിയ ചൂരയാണ്, അതിൻ്റെ നല്ല തല. ചൂര മൊത്തത്തിൽ കറി വെച്ചത്, അതിൻ്റെ തല മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പഴങ്കഞ്ഞി ഇന്ന് കുടിച്ച് വയറ് നിറയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.